ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ആരായിരിക്കും ആ ഭാഗ്യവാൻ എന്നല്ലേ പറയാം. അതുപോലെ ജിൻഡോ, ജാസ്മിൻ ഇവർ ഒതുക്കി തീർക്കാൻ തന്നെയാണ് കേട്ടോ സിജോ സായുടെ ഉദ്ദേശം. അതാണ് ഈ ടാസ്കിൽ കണ്ടത്. ഈ നന്ദന മനഃപൂർവ്വം സീൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നിലവിൽ തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ടോപ്പ് 10 എത്തിയതുകൊണ്ടും അതുപോലെ സ്ക്രീൻ സ്പേസിനൊക്കെ സംഗതി എന്തായാലും വളരെ ബോറായിട്ടുണ്ട്. എപ്പിസോഡ് 83 കുറച്ച് സംഭവങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് അറിയണ്ടേ. ആദ്യം തന്നെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് 9 ചോർച്ച സിദ്ധാന്തം. അതെ, ചോർത്തിക്കളയലാണ് ഈ ടാസ്കിലെ മെയിൻ പണി. അതുകൊണ്ടാണ് ചോർച്ച സിദ്ധാന്തം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. 10 പേർക്കും തെർമോകോൾ ബോളുകളുള്ള ചെറിയ ചാക്ക് കൊടുക്കും. ഇത് പുറത്തിട്ടുകൊണ്ട് ഗാർഡൻ ഏരിയയിലുള്ള 3 റൗണ്ടുകളിലൂടെ ഓടണം. ഓടിയ മാത്രം പോരാ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ചാക്കിലുള്ള ഒരു ചെറിയ ഹോളിലൂടെ ഈ തെർമോകോൾ ബോളുകൾ ഇളക്കി കളയണം. ഈ ചെറിയ ചെറിയ ഊതിയാൽ പറക്കുന്ന ടൈപ്പ് ഓഫ് ബോളുകളാണ്. അതുകൊണ്ട് തന്നെ എളുപ്പം താഴെ വീഴും. ഇങ്ങനെ ആരുടെ ചാക്കിലാണോ ഏറ്റവും കുറവ് തെർമോകോൾ ബോൾസ് ഉള്ളത് അവർ ആ റൗണ്ടിൽ നിന്ന് ഔട്ടാകും. ഇതായിരുന്നു ടാസ്ക്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, അലങ്കോലപ്പെട്ട ഒരു ടാസ്ക് ആയിരുന്നു. കാരണം ബിഗ് ബോസിന്റെ ഒരു റൂൾസോ ഒന്നും ഒരാളും ഫോളോ ചെയ്തിരുന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ എന്ന് പറയുമ്പോൾ ബാക്കിൽ നിൽക്കുന്ന ആളുടെ ചാക്ക് പിടിച്ചു വലിക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു അലങ്കോലപ്പെട്ട ടാസ്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് റൗണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അതിൽ അഭിഷേകാണ് ഔട്ടായത്. സെക്കൻഡ് റൗണ്ട് ശ്രീതു ഔട്ടാകുന്നുണ്ട്. തേർഡ് റൗണ്ട് അങ്ങനെ ആയിരുന്നില്ല, ഫുള്ള് വഴക്കായിരുന്നു. സിജോ നോറയുടെ ചാക്കിൽ നിന്ന് തെർമോകോൾ മാറ്റാൻ നോക്കി. നോറ മാക്സിമം ഓർഡർ തെറ്റിച്ചൊക്കെ ഓടി നോക്കി. സിജോ ഒരു തരത്തിലും നോറേനെ വിട്ടിരുന്നില്ല. ലാസ്റ്റ് നോറ ദേഷ്യം വന്ന് ബാഗ് വലിച്ചെറിഞ്ഞു പോയി. അതൊരു ഭാഗത്ത്. അപ്പുറത്ത് അർജുനും നന്ദനയും തമ്മിലായിരുന്നു. ആദ്യം തന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓർഡർ നോക്കി കളിക്കണം. അതായത് ആദ്യം നിന്ന ഓർഡറിൽ തന്നെ ഓടണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതായത് ചാക്ക് പ്രൊട്ടക്ട് ചെയ്യാനായി വേറെ ഒരാളുടെ സ്ഥാനത്ത് കയറി ഓടരുത്. അതുപോലെ മുൻപിൽ നിൽക്കുന്ന ആളുടെ മാത്രമാണ് ചാക്ക് ഇളക്കാൻ പറ്റുള്ളൂ, ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർജുൻ നോർമലായി നന്ദനയുടെ ബാഗ് പൊളിക്കാൻ നോക്കി. നന്ദനയാണെങ്കിലോ ദേഷ്യം വന്ന് തിരിഞ്ഞ് നിന്ന് അർജുന്റെ ചാക്ക് പിടിക്കാൻ വലിക്കാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ ജാസ്മിൻ ഓടി വയ്യാതെ മെഡിക്കൽ റൂമിൽ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു അവിടെ പ്രശ്നം നടന്നത്. ആ റൗണ്ടിൽ ലാസ്റ്റ് ജാസ്മിൻ ഔട്ടായി. ഫോർത്ത് റൗണ്ടിലെ ഈ അർജുനും നന്ദനയും തമ്മിലുള്ള പ്രശ്നം ആകെ മൊത്തത്തിലൊരു എന്താ പറയുക, ആകെ പ്രശ്നമായി. ഫോർത്ത് റൗണ്ടിൽ ബിഗ് ബോസ് പറഞ്ഞു റിവേഴ്സ് ആയി ഓടണമെന്ന്. അതായത് അത്രയും നേരം ഈ സൈഡിൽ കൂടെയാണ് ഓടിയിരുന്നെങ്കിൽ ഈ റൗണ്ട് ആയപ്പോൾ തിരിഞ്ഞു ഓടാൻ പറഞ്ഞു. അങ്ങനെ നന്ദന കിട്ടിയ ടൈം യൂട്ടിലൈസ് ചെയ്തു. അതുവരെ നന്ദനയുടെ പുറകിലായിരുന്നു അർജുൻ. ഈ റൗണ്ട് എത്തിയപ്പോൾ അർജുന്റെ പുറകിലായി നന്ദന. അർജുനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. കാരണം ആദ്യം ചാക്ക് വലിച്ചെടുക്കുന്നുണ്ട്. അത് കെട്ടാൻ പോലുള്ള ഒരു ടൈം നന്ദന അർജുന് കൊടുത്തിരുന്നില്ല. അർജുനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ ഇതൊന്ന് കെട്ടിയതിന് ശേഷം വലിച്ചോളൂ, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ. നന്ദനയാണെങ്കിൽ ഒരു പൊടിക്ക് പോലും സമ്മതിച്ചിരുന്നില്ല. ലാസ്റ്റ് അർജുൻ ദേഷ്യം വന്ന് ചാക്ക് പിടിച്ച് ഒരൊറ്റ വലി വലിച്ചു. അതോടെ നന്ദന നിലത്തടിച്ച് വീണു. ശരിക്കും പറഞ്ഞാൽ അർജുന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അർജുൻ മാക്സിമം നല്ല രീതിയിൽ തന്നെയാണ് ഗെയിം കളിച്ചിരുന്നത്. നന്ദനയുടെ പ്രൊവോക്കിംഗ് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് അർജുൻ ഈ ചാക്ക് വലിക്കുന്നത്. അതിലൊരിക്കലും ഈ നന്ദന വീഴണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റണമെന്നോ ഒന്നും അർജുൻ വിചാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ദേഷ്യത്തിന് പുറത്താണ് അങ്ങനെ ചെയ്തത്. പക്ഷെ അപ്പോഴും ഈ ഒരു ചാക്ക് പിടിച്ച് മാത്രമാണ് വലിച്ചത്, നന്ദനേനെയല്ല പിടിച്ച് വലിച്ചത്. കുറെ പേർക്കൊക്കെ ഒരു പക്ഷെ എപ്പിസോഡ് കണ്ടപ്പോൾ നന്ദനയുടെ പിടിച്ച് വലിച്ചിട്ട പോലെ തോന്നിയിരിക്കാം. പക്ഷെ നന്ദനേനെയല്ല, ഈ ചാക്കിന്റെ വള്ളി പിടിച്ചാണ് അർജുൻ വലിച്ചിട്ടത്. അങ്ങനെ നന്ദന മെഡിക്കൽ റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ എനിക്ക് ബാക്കിനല്ല വേറെയാണ് പ്രശ്നം എന്നൊക്കെ നന്ദന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരുന്നുണ്ട്. വീഴ്ച കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കരുതി നട്ടലൊക്കെ തീരുമാനമായിരുന്നത്. അതുപോലെയാണ് വീണത്. കരഞ്ഞിട്ടുള്ള പോക്കും ലാസ്റ്റ് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുള്ള തിരിച്ചുവരും ഒക്കെ കണ്ടപ്പം എനിക്ക് എന്തോ ഒരു വശവശക്ക് തോന്നി. കാരണം 5 മിനിറ്റിനുള്ളിൽ വേദന മാറുന്നു, വീണ്ടും ഗെയിം കളിക്കുന്നു. കിട്ടിയ ചാൻസ് ഒരു മുതലാക്കിയത് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം വീണതും കരഞ്ഞതും ഒക്കെ കൂടി ആകുമ്പോൾ ഒരു സിമ്പതി ഫീൽ കിട്ടും. അത് മാത്രമല്ല നന്ദനയ്ക്ക് എന്ത് പറ്റിയാലും ഓടി വരുന്ന സായി ആണെങ്കിലും സിജോ ആണെങ്കിലും മെഡിക്കൽ റൂമിൽ പോയ ടൈമിൽ ടാസ്കിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലാതെ നന്ദുവിന് എന്ത് പറ്റിയെന്നൊന്നും അവർ പറഞ്ഞിരുന്നില്ല. എന്തായാലും ആ റൗണ്ടില് അർജുനും നോറയാണ് ഔട്ടായത്. അങ്ങനെ 5th റൗണ്ട് വരുന്നുണ്ട്. 5th റൗണ്ടിൽ ജിൻഡോ, ഋഷി, അതുപോലെ സായി, സിജോ, നന്ദന ഇത്രയും ആൾക്കാരാണ് മത്സരിച്ചത്. അതിൽ ഋഷിയാണ് ഔട്ടായത്. ലാസ്റ്റ് റൗണ്ടാണ് ഏറ്റവും വലിയ രസം. സായി, സിജോ, നന്ദന. നമുക്കറിയാം ഇവർ 3 പേരും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. ഇവർ ചേർന്ന് പ്ലാൻ ചെയ്ത് കളിച്ച ടാസ്ക് ആണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. കാരണം സായിയുടെ പുറകിലാണ് നന്ദന നിന്നിരുന്നത്. അതുപോലെ ജിൻഡോയുടെ പുറകിലാണ് സായി ഉണ്ടായിരുന്നത്. നന്ദനയുടെ പുറകിലാണ് സിജോ നിന്നിരുന്നത്. സായി മാക്സിമം ജിൻഡോയുടെ ചാക്കിൽ തെർമോകോൾ ബോൾസ് ഇളക്കി കളഞ്ഞു. നന്ദന ജസ്റ്റ് സായിയുടെ ചാക്കിൽ കൈ വെച്ചാണ് ഓടിയിരുന്നത്. കണ്ടാൽ അറിയാം സായി ജയിക്കണം, തോൽപ്പിക്കില്ല എന്ന പ്ലാനോടെയാണ് അങ്ങനെ ചെയ്തതെന്ന്. കണ്ടവരൊക്കെ അത് ചോദിക്കുന്നുണ്ട്, നന്ദന എന്താണ് കളിക്കാത്തത്, ജസ്റ്റ് കൈ വെച്ച് ഇങ്ങനെ ഓടുന്നേ ഉള്ളൂ, അതൊന്നും ഇളക്കുന്ന പോലുമില്ല. എല്ലാവരും പറഞ്ഞപ്പോഴാണ് ജസ്റ്റ് ഒന്ന് ഈ ചാക്ക് ഇളക്കാൻ തുടങ്ങിയത്. സിജോ ആയാലും നന്ദൂട്ടന്റെ ബാഗ് ആയതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തില്ല. ലാസ്റ്റ് ജിൻഡോ ആണ് ഔട്ടായത്.
കറക്റ്റ് പറഞ്ഞാൽ സായി, സിജോ അതുപോലെ നന്ദന ഇവരുടെ പ്ലാനിങ് പോലെയാണ് ടാസ്ക് നടന്നത്. അതായത് ഓർഡറിൽ വന്ന് നിന്നതും ടാർഗറ്റ് ചെയ്തും എല്ലാം പ്ലാനിങ് ആയതുപോലെ എനിക്ക് തോന്നി. കാരണം ഇവർ മൂന്നാളും ലാസ്റ്റ് വന്നാൽ പോയിന്റ് കിട്ടുന്ന അറിയാം. പ്രത്യേകിച്ച് നന്ദനയ്ക്ക് ഇതുവരെ ഒരു പോയിന്റ് പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഉറപ്പായും പറയാം പ്ലാനിങ് ഗെയിമാണ്. ലാസ്റ്റ് ടാസ്കിൽ സിജോ ആണ് ജയിച്ചത്, സെക്കൻഡ് സായി, തേർഡ് നന്ദന. അതോടെ സിജോയ്ക്ക് 3 പോയിന്റ് കിട്ടി, സായിക്ക് 2, നന്ദനയ്ക്ക് 1. അങ്ങനെയാണ് ഈ ടാസ്ക് കഴിഞ്ഞത്. അടുത്ത ടാസ്ക് എന്താണെന്നല്ലേ? അടുത്ത ടാസ്ക് ഒന്നുമില്ല. 9ാമത്തെ ടാസ്കോടെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകളൊക്കെ അവസാനിച്ചു. ടിക്കറ്റ് ടു ഫിനാലയിലെ ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞ പേര്, ആ പേര് തന്നെയാണ് ആ ഭാഗ്യവാൻ അഭിഷേക്. ബിഗ് ബോസ് ഒരു സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ടാണ് ടിക്കറ്റ് ടു ഫിനാലേക്കുള്ള ആളുടെ പേര് അനൗൺസ് ചെയ്തത്. ടിക്കറ്റ് ടു ഫിനാലയിൽ 10 ടാസ്കുകളാണ് ബിഗ് ബോസ് പ്ലാൻ ചെയ്തിരുന്നത്. ഓൾറെഡി അഭിഷേകിന് 13 പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഇനി എത്ര മത്സരിച്ചാലും ആർക്കും ആ പോയിന്റ് മറികടക്കാൻ പറ്റില്ല. അതുകൊണ്ട് 9 ടാസ്കോടെ ബിഗ് ബോസ് ടിക്കറ്റ് ടു ഫിനാലെ അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും അഭിഷേകാണ് ടിക്കറ്റ് ടു ഫിനാലെ ഭാഗ്യവാനായിരിക്കുന്നത്. വേറെ ആർക്കും ആ ഭാഗ്യം കിട്ടിയില്ല. അതിന്റെ തൊട്ടു പുറകിൽ ജിൻഡോ, സായി, അർജുനൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആ ഭാഗ്യം കിട്ടിയത് അഭിഷേകിനാണ്. സത്യത്തിലെ ടിക്കറ്റ് ടു ഫിനാലെ കാരണം ഈ വീക്ക് കഴിഞ്ഞത് അറിഞ്ഞില്ല അല്ലേ? അതുപോലെയായിരുന്നു ഓരോ ടാസ്കുകളും. ടാസ്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കഴിയണ്ട എന്നൊരു തോന്നലായിരുന്നു. കാരണം അത്രയും എൻഗേജിങ് ആയ ഒരു വീക്കായിരുന്നു. അത്രയും നാള് ഫുള്ള് വഴക്ക്, പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ ഈ ടിക്കറ്റ് ടു ഫിനാലെ എത്തിയപ്പോൾ മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ജയിക്കണം, പോയിന്റ് കിട്ടണം, ഈ ഒരു മൈൻഡ് മാത്രമായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടായെങ്കിലും 10 പേരും തമ്മിൽ കോർഡിനേഷനും അതുപോലെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്ന് പറയുന്നത് വീക്കെൻഡ് എപ്പിസോഡാണ് വരാൻ പോകുന്നത്. ആര് പുറത്തു പോകും എന്നൊന്നും പറയാൻ പറ്റില്ല. 2 ആൾ എന്തായാലും എവിക്റ്റ് ആവും. ഇനി അതറിയാനാണ് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നത്. നിങ്ങളെപ്പോലെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് ആരാണെന്ന് അറിയാൻ.